നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇത് ഞണ്ടാണ്. ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഷാപ്പുകളിലും ഹോട്ടലുകളിലും കിട്ടുന്ന ഒരു ഞണ്ട് റോസ്റ്റ്. അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു നല്ല ഞണ്ട് റോസ്റ്റ്, നല്ല എരിയുള്ള ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്. ചുമന്നുള്ളിയാണ് സാധാരണയായിട്ട് ഇതിലിടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സവാള ഇടും, നല്ല ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി. അതും ചുവന്നുള്ളി നമ്മൾ ചതച്ചാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 3 പീസ് ഗ്രീൻ ചില്ലി വേണം, മഞ്ഞൾ വേണം, കുറച്ച് കറിവേപ്പില വേണം, പെരിഞ്ജീരകം വേണം, പിന്നെ കുരുമുളക് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പെപ്പറും എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി ജാറിൻ്റെ അകത്തൊക്കെ 2 ചെറിയ ഉള്ളി, ഒരു 3/4 സ്പൂണ് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കണം. ഇനി അടുത്തായിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ 5 മീഡിയം സൈസ് ഞണ്ടായിരുന്നു വാങ്ങിച്ചത്. അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ചെറിയ പീസായിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളി ഇത് ചതയ്ക്കാൻ പോവുകയാണ്. കുറേശ്ശെ ഉള്ളി എടുത്തിട്ട് നമുക്ക് ചതയ്ക്കാം. അപ്പോൾ ഇതിലോട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കുക. എപ്പോഴും ചതയ്ക്കുമ്പോൾ ഉള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും ചതയ്ക്കുമ്പോൾ. ഉള്ളി ചതച്ചിട്ടുണ്ട്. അത് ഈ പരുവത്തിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. കുക്ക് ചെയ്യാൻ വേണ്ടി കടായിയാണ് എടുത്തിരിക്കുന്നത്. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ശരിക്കും ഇതൊക്കെ കുക്ക് ചെയ്യുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. നാടൻ ഭക്ഷണത്തിന് വെളിച്ചെണ്ണയാണ് നല്ലത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടായി ചൂടായിട്ടുണ്ട്, എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച ഉള്ളി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കുട്ടനാട്ടിൽ പോയപ്പോഴാണ്. കുട്ടനാട്ടിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പം അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഇത് കണ്ട് ഞാൻ പഠിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഉള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക്, ഒന്ന് ഇളക്കിയിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള
കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ അത് നല്ലതായിട്ട് മൊരിഞ്ഞ് വരും. എപ്പോഴും റോസ്റ്റിന് ഉള്ളി നല്ലതായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടുക. ഇനി നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി. എരി കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയും മുറിച്ച് വെച്ച തക്കാളി നമ്മൾ അതിലേക്ക് ഇടുക. റോസ്റ്റിന് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ വെള്ളം കുറേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ തക്കാളിയുടെ വെള്ളവും ഇപ്പം ഈ ഞണ്ടിൻ്റെ വെള്ളവും, ഞണ്ട് വെന്ത് കഴിയുന്ന ഉടനെ വെള്ളം ചെറുതായിട്ട് അങ്ങോട്ട് ഇറങ്ങും. അപ്പം നമുക്ക് അവസാനം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കാം നമുക്ക്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഒന്ന് പിടിപ്പിക്കണം. നല്ല രസമുണ്ട് കാണാൻ. ഇളകി ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നല്ല മണം വരുന്നുണ്ട്. അതിങ്ങനെ വേവാണ്. വെള്ളമുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരു 2 സ്പൂൺ വെള്ളം, ഇത്ര മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അത് ഇത്രയേ ഉള്ളൂ. എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്, നല്ലതായിട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ട് കുറച്ച് ഉള്ളി, നമ്മളൊന്നും ചെയ്യുന്നില്ല, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം ഓക്കെയാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കരിയാപ്പിലയും കുറച്ച് ഉള്ളിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായി. അതാണ് അതിൻ്റെ ഒരു ചേല്. കാര്യം നമ്മളത് കാണുമ്പം തന്നെ ഒരു ഭംഗി വേണമെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഭംഗി കാണത്തുള്ളൂ. അപ്പം അത് കണ്ടില്ലേ, ഇത് പോണൊക്കെ ഇരിക്കും. നല്ല രസത്തിലായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോണൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അനൂസ് കിച്ചൺ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.